ഹായ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുക. അങ്ങനെ വലിയ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു ചെറിയൊരു മേക്കപ്പ്. എൻ്റെ രീതി, ഞാൻ എൻ്റെ റൊട്ടീനാണ് കാണിക്കുന്നത് കേട്ടോ. വലിയൊരു ഒക്കേഷൻ പരിപാടിക്കൊന്നും പോകുമ്പം ഉള്ള ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും അല്ല. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും വരരുത് ഇതിലേക്ക് കേട്ടോ. ആദ്യം തന്നെ സെറ്റാഫിലിൻ്റെ എൻ്റെ ഈ സ്കിന്നുണ്ടല്ലോ, ഇതുപോലെ ആക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്നിന് ആദ്യം നന്നായിട്ട് ടാനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നല്ല കുരുക്കളുണ്ടായിരുന്നു. ഓയിലി ഫുഡ്സ് എന്തെങ്കിലും കഴിച്ചാൽ അപ്പോൾ തന്നെ കുരു വരുന്ന ഒരു ഫേസ് ആയിട്ട് കേട്ടോ. ആദ്യം സെറ്റാഫിലിൻ്റെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സെറ്റാഫിലിൻ്റെ ക്രീം നല്ലതാണ്, അത്യാവശ്യം നന്നായിട്ട് മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കും, നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കും കേട്ടോ. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 6 മന്ത്സിന് മുകളിലായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നിരുന്നാലും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ചെടുത്താൽ മതി. നമുക്കത് ഒരു 1500 രൂപയാണ് ആ ഒരു ചെറിയ ബോട്ടിലിന് വരുന്നത്. പിന്നെ അതിന് വലുതുണ്ട്, അത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഞാനിത് വാങ്ങിച്ചിട്ട് തന്നെ ഏകദേശം ഒരു 3-4 മാസത്തോളമായി. നമ്മൾ ഇച്ചിരി യൂസ് ചെയ്താൽ മതി. നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് സ്കിന്നിനെ വെക്കും കേട്ടോ. അതിനുശേഷം ഞാൻ ഹൈഡ്രേറ്റിംഗ് ക്രീം, എൻ്റെ മുഖത്ത് ചെറിയൊരു പൊള്ളലുണ്ടായതുകൊണ്ട് ഞാൻ ഹൈഡ്രേറ്റിംഗ് ക്രീമാണ് കേട്ടോ അടുത്തത് പരട്ടിയത്. പിന്നെ ദിയോലയുടെ ജസ്റ്റ് ഒന്നൊരു ക്രീമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഒരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓലയുടെ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതെവിടെയെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് അവോയ്ഡ് ചെയ്യാറ് പതിവ്. ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നതും വോയിസ് ഓവറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ സംസാരിക്കുന്നത് നോക്കണ്ട, ഞാൻ വോയിസ് ഓവറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിനുശേഷം അടിപൊളി ഒരു ലിപ് ബാമാണ് കേട്ടോ, ഖാദിയുടെ ഒരു ലിപ് ബാം, വാട്ടർമെലൻ്റെ ഫ്ലേവറാണ്, അടിപൊളിയാണ്. എൻ്റെ ഒരു കസിനാണ് എനിക്കിത് സജസ്റ്റ് ചെയ്ത് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ നമ്മൾ ഐക്കോണിക്കിൻ്റെ ഈ സംഭവം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഹൈബ്രോ ഫില്ല് ചെയ്യുന്നത്. പിന്നെ വേറെ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് അത്രയും ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഐബ്രോ എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഐബ്രോ ആണ് കേട്ടോ. എനിക്കിഷ്ടമല്ലായിരുന്നു ആദ്യം തന്നെ. ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ചെങ്കിലും ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ത്രെഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ത്രെഡ് ചെയ്യുന്ന ചേച്ചിമാരോടൊക്കെ പറയും, ആക്ച്വലി എൻ്റെ പിരികം ഭയങ്കര സ്ട്രെയിറ്റാണ്, ഒന്ന് ഷേപ്പ് ചെയ്ത് തരാമോ. ബട്ട് ചിലവരൊക്കെ ചില രീതിയിൽ ചെയ്യും. ആദ്യം എറണാകുളമായിരുന്നു ഞങ്ങൾ താമസിച്ചത്, അതിനുശേഷം ട്രിവാൻഡ്രം, അങ്ങനെ മാറി വരുമ്പോൾ നമുക്ക് പരിചയമുള്ള ചേച്ചിമാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരും. അപ്പം ചെയ്യുന്നതിലും ഡിഫറൻസ് വരുമല്ലോ ഓരോരുത്തരൊക്കെ ചെയ്യുമ്പോൾ. അതിനുശേഷം ഞാനിപ്പോൾ മാറ്റയുടെ ലിപ്സ്റ്റിക്കാണ് പറ്റിയത്. 2 ഷെയ്ഡ് മിക്സ് ചെയ്താൽ പറഞ്ഞാൽ നൈക്കയുടെയും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ഞാൻ പറ്റുന്നത് കേട്ടോ. എന്നാലും എനിക്ക് ആ ഉദ്ദേശിച്ച കളറങ്ങ് കിട്ടുള്ളൂ. ഒരു ലിപ്സ്റ്റിക്കിൽ തന്നെ ഞാൻ നിൽക്കില്ല, 2 ഷെയ്ഡ് കൂടി മിക്സപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആ റീൽസൊക്കെ ചെയ്യുമ്പോൾ, കോമഡി റീൽസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഫിൽറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഫിൽറ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ സ്കിൻ ടോൺ ഇതാണ് കേട്ടോ. ശരിക്കും ആക്ച്വൽ സ്കിൻ ടോൺ ഇതാണ് കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ സ്കിൻ ടോൺ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കുരുക്കളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ കണ്ണ് എഴുതാൻ വിട്ടുപോയി. ഇങ്ങനെ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ, മുകളിലേക്കൊന്നും എഴുതാറില്ല.